നിയന്ത്രണം ലംഘിച്ച് സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി. ലൈഫ് ഗാർഡ്മാർക്ക് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ ആകുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലിൽ ഇറങ്ങുന്നതിന് ജില്ലാ കളക്ടറുടെ നിരോധനമുണ്ട്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഈ കള്ളക്കടൽ പ്രതിഭാസം തിരുവനന്തപുരം അടക്കമുള്ള പലയിടങ്ങളിലും തീരദേശവാസികളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഈ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് വിനോദസഞ്ചാരികൾ കടലിൽ ഇറങ്ങുന്നു എന്നതാണോ? ഗോപികൃഷ്ണൻ, തീർച്ചയായും. കാരണം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 11:30 വരെയാണ് തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരമാല 1.5 മീറ്റർ വരെ ഉയരുമെന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് കടലിൽ ഇറങ്ങുകയോ ബീച്ചിലേക്ക് എത്തുകയോ ചെയ്യരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നത്. ഈ നിരോധനം ലംഘിച്ചുകൊണ്ടാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ സഞ്ചാരികൾ എത്തുകയും കടലിലിറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നത്. 2 ലൈഫ് ഗാർഡുമാരാണ് ഫോർട്ട് കൊച്ചി ബീച്ചിലുള്ളത്. ഇവർ ഈ സഞ്ചാരികളെ കരയ്ക്ക് കയറാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നിലവിൽ സഞ്ചാരികൾ ബീച്ചിലുണ്ട്. നിരവധി പേർ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ പോലീസ് ഈ സംഭവം അറിഞ്ഞ ശേഷം അങ്ങോട്ട് എത്തുന്നില്ല. ഇതുകൊണ്ട് ഈ സഞ്ചാരികളെ നിയന്ത്രിക്കാനാകുന്നില്ല. വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ദുരന്തത്തെ വിളിച്ചു വരുത്തുന്ന രീതിയിൽ സഞ്ചാരികൾ അവഗണിച്ചുകൊണ്ട് കടലിൽ ഇറങ്ങുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഈ നിയന്ത്രണങ്ങളുടെ ഒരു ലംഘനമാണല്ലോ. ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? ഈ നിയന്ത്രണങ്ങളുടെ ലംഘനത്തിൽ നിലവിൽ നിയന്ത്രിക്കേണ്ട ലൈഫ് ഗാർഡുമാർ അവർക്ക് നിയമപരമായ അധികാരങ്ങളില്ല. അവർ ആളുകളെ പറയുന്നുണ്ട് കടലിൽ നിന്ന് തിരിച്ചു കയറാൻ, അത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നിസ്സഹായരാണെന്നും പറയുന്നു. പോലീസിനാണ് ഇനി നിയമപരമായിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കുക. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ ബീച്ചിലേക്ക് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾ അവിടെ എത്തുന്നവർ വാഹനങ്ങളിലും മറ്റും എത്തി കടലിറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഏതായാലും പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നമുക്കും വയ്ക്കാം. ഏതായാലും നിലവിൽ ഇപ്പോഴും സഞ്ചാരികൾ ബീച്ചിലെത്തുകയും കടലിറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ശരി ശ്യാം, കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന തീരമേഖലകളിൽ, പ്രത്യേകിച്ച് ബീച്ചുകളിലൊക്കെ വിനോദസഞ്ചാരികൾ എത്തി നിയന്ത്രണങ്ങൾ പാലിക്കാതെ കടലിൽ ഇറങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ശ്യാംകുമാർ, നിങ്ങളുടെ പ്രതിനിധിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.